1,35,068 പേർ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർ വോട്ട് ചെയ്തു എന്നുള്ളത്. അതെന്താ കൃത്യമായ കണക്കില്ലാതെ പോയത്? അതെന്താ താൽക്കാലികമാകുന്നത്? അത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ അധികൃതരുടെ കയ്യിൽ കൃത്യമായ കണക്ക് വേണമല്ലോ. ഇവിടെയാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തപ്പോൾ കോടതി ചോദിച്ചു ചീഫ് ഇലക്ടറൽ ഓഫീസറോട്, കേരളത്തിൽ എത്ര സർക്കാർ ജീവനക്കാരെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്? അതിലെത്ര പേർക്കാണ് ബാലറ്റ് നൽകിയത്? അതിലെത്ര പേരാണ് വോട്ട് ചെയ്തത്? അന്ന് ഈ കണക്കുകളെല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വോട്ടെണ്ണുന്നതിന് മുമ്പ് തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയുള്ള അവസരം ഈ ജീവനക്കാർക്കും അനുബന്ധ ജോലികളിൽ ഏർപ്പെട്ടവർക്കും ഇലക്ഷൻ കമ്മീഷൻ അവസരമൊരുക്കി കൊടുക്കണം എന്നതാണ് പറയാനുള്ളത്. അത് ഞങ്ങളെ പോലുള്ളവരുടെ വീഴ്ച തന്നെയല്ല എല്ലാവരുടെയും. അതിലെന്താ തർക്കം? പെൻഷൻ 2000 റുപ്യ കൊടുത്തിട്ടും ഞങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പെൻഷൻ ഇനി 100 റുപ്യ കൊടുക്കണം എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റൂലല്ലോ. അത് 2000-ആയും അത് 3000-ആയും വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ജനങ്ങളോടൊപ്പം നിൽക്കണം. അത് പാർലമെൻ്ററി സംവിധാനത്തിൽ നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി പാർലമെൻ്ററി വേദിയിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ ഈ പാർട്ടി അങ്ങ് പിരിച്ചുവിടപ്പെടുകയോ ഒലിച്ചു പോവുകയോ ചെയ്യില്ല. പൊരുതി അത് 3000 നേടാൻ നോക്കും. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരമായിരുന്നു. ഈസി വാക്ക് ഓവർ ഒരു മണ്ഡലത്തിലും ഇല്ല. പക്ഷേ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുകയും ഒപ്പം മറ്റ് 2 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും വിധത്തിലായിരുന്നു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള അനുഭവം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ശരി തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ ഒന്നൊന്നില്ല. അത് അഹങ്കാരമാണ്. ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ധർമ്മടത്തടക്കം നടത്തിയത്. ഒരു പിഴവും ഉണ്ടാകാത്ത വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പരിശ്രമിച്ചത്.